ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ വൈബ്രേഷൻ ഉയർത്തി നിർത്തണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഹൈ വൈബ്രേഷനിലായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ സ്പീഡിൽ നടക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പം നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് മാച്ച് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പോകുന്ന ഫീലിങ്സും ഇമോഷൻസും ഒക്കെ വിഷമം നിറഞ്ഞതാണെങ്കിൽ അത് ലോ വൈബ്രേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫീലിങ്സും ഇമോഷൻസും ഒക്കെ സന്തോഷത്തിൻ്റെ ആണെങ്കിൽ അതാണ് ഹൈ വൈബ്രേഷൻ. അതായത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഗുഡ് ഫീൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ വൈബ് ഹൈ ആക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ പോസിറ്റീവാക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും പറയുകയോ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ വൈബ്രേഷൻ ലോ ആക്കും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല സന്തോഷം നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. അതുപോലെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ആരോഗ്യത്തെക്കുറിച്ച്, സമാധാനം, സന്തോഷം, കൂടുതൽ സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അല്ലാതെ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കടത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക, കുറ്റങ്ങൾ കേൾക്കുക, ഇതൊക്കെ നമ്മുടെ വൈബ്രേഷനെ താഴ്ത്തും. ഇനി നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് ചോദിക്കുക. അങ്ങനെ ദിവസവും നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് ഗുഡാക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യമാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ തന്നെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഡെയിലി മിറർ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അങ്ങനെ നമ്മുടെ വൈബ് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. രാവിലെ ഉണർന്നാൽ ഉടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും. നമ്മൾ എഴുതി ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മിലേക്ക് ഈ പ്രപഞ്ചം കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ വൈബ് ഉയർത്താനായിട്ട് സാധിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഡെയിലി എഴുതുന്നത്. ഇനി ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള, അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഫാറ്റ് കുറയ്ക്കാനും ഒരുപാട് നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോണായിട്ടുള്ള എൻഡോർഫിൻ അത് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നമ്മുടെ വൈബ്രേഷൻ കൂട്ടും. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടാണ് അങ്ങനെ പറ്റുന്നതെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ചില ആളുകളുണ്ട് ഒരാഴ്ച എക്സസൈസ് ചെയ്യും, പിന്നീട് പതിയെ അത് നിർത്തും. അങ്ങനെ ചെയ്യരുത്. അത് തുടർച്ചയായിട്ട് ചെയ്യുക. അത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനായിട്ട് സാധിക്കും. ഇനി ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ഉന്മേഷത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ കൂടെയുള്ളവർ നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഹൈ വൈബിൽ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങളുടെ വൈബിനെ ഉയർത്താനായിട്ട് സാധിക്കും. അപ്പം നല്ല മ്യൂസിക്കുകൾ കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക. അത് നിങ്ങളുടെ മനസ്സിന് അതായത് നല്ല വൈബ് നിങ്ങൾക്ക് ഉയർത്താനായിട്ട് അത് സഹായിക്കും. എല്ലാ ദിവസവും അല്പനേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ പാട്ടോ നിങ്ങൾ കേൾക്കുക. ഇനി ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡാൻസ് ചെയ്യും. ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വൈബ് പെട്ടെന്ന് ഉയരും. ഇനി നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയുള്ള ഒരു ഇളം വെയിൽ കൊള്ളുന്നതും അതുപോലെ തന്നെ പ്രകൃതിയിലൂടെ അല്പനേരം സമയം ചെലവഴിക്കുന്നതൊക്കെ നമ്മുടെ വൈബിനെ ഉയർത്താനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങളിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അതിലൊരു നന്മയുണ്ടാകും, അതിലൊരു പോസിറ്റീവ് വശം കൂടെ ഉണ്ടാകും. ആ നന്മയെ നമ്മൾ കണ്ടെത്തി അതിന് നന്ദി പറയുക, അല്ലാതെ അതിൽ തന്നെ നിൽക്കരുത്. അതിനെ തടസ്സം ചെയ്യാതിരിക്കുക, അതിനെ ഫ്രീ ആയിട്ട് നിങ്ങൾ വിടുക. നമ്മൾ അതിൽ നിന്നും പെട്ടെന്ന് തന്നെ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക്, അതായത് ഹൈ വൈബിലേക്ക് നമ്മൾ മാറുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.